ഹായ് ഗൈസ്, വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോന്നി ആനക്കൊട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നേരെ വെച്ച് പിടിച്ചു ഈ സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞാനയായിരുന്നു ഇവനാണോ ഇവളാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ചെന്നപ്പോൾ മുതൽ ഈ കറക്കം തന്നെയായിരുന്നു. ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അവരെ നമുക്ക് ഈ സ്പേസിലേക്ക് വിട്ടിട്ട് നമുക്കിവിടെ ചുറ്റിക്കറങ്ങാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് തന്നെ തോന്നിയത്. ഒരു ചെറിയ പാർക്ക്, പിന്നെ കാണാനുള്ള കുഞ്ഞു കുഞ്ഞു കുറേ കാഴ്ചകൾ, പിന്നെ കുറേ ആനകൾ, പിന്നെ കുറച്ച് എക്സിബിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കുറച്ചൊരു സ്ഥലത്ത് തന്നെ അസാധ്യമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ സ്പേസിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലാവിഷായിട്ടുള്ള വിഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അത്യാവശ്യം ചായ കടി അത്രയൊക്കെ മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തൊരു ആനയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തും ആനയുടെ രൂപങ്ങൾ ഇഷ്ടം മാതിരിയുണ്ട്. പിന്നെ ആനക്കൊട്ടുകൾ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഭയങ്കര ഫിനിഷിംഗ് ആണ്, കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ആനയുടെ എവല്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റത്തെ എവല്യൂഷൻ്റെ അത് ഞാനിവിടെ കാണിച്ചു തരാം. ആ ലാസ്റ്റത്തെ ആനയുടെ കൊമ്പൊടിഞ്ഞു പോയി. ആ കൊമ്പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. ഇതാണ് എവല്യൂഷൻ, അതാണ് ആദ്യത്തെ ആന. ഇതിനകത്ത് നിന്ന് ഓരോരോ രൂപങ്ങൾ മാറി വന്ന് ലാസ്റ്റ് ആന വന്നപ്പോഴത്തേക്ക് കൊമ്പൊടിഞ്ഞു പോയി. പിന്നെ ആ മനുഷ്യൻ കൊമ്പൊടിച്ച് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ലാസ്റ്റത്തെ ആനനെ ഇത്രയേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ആനയൊക്കെ വന്നപ്പോഴത്തേക്ക് കൊമ്പിൻ്റെയൊക്കെ ഒരളവ് ഭയങ്കര വലുതായിരുന്നു. ലാസ്റ്റ് ആനയുടെ കൊമ്പൊടിഞ്ഞു പോയിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആനക്കൂട്ടങ്ങൾ, അങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആനയുടെ സ്കെൽട്ടൺ ആണ്. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പണ്ടത്തെ കാലത്ത് ആനനെ മെരുക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഓരോരോ ആയുധങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആനയുടെ സ്കെൽട്ടണിനകത്തിലെ ഓരോരോ സാധനങ്ങൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അത് എന്താണെന്നുള്ളത് അന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആനയുടെ പല്ല്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഈ സ്പേസ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. കാരണം രാത്രിയിൽ ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അപ്പോൾ രാത്രി ഉണ്ടാകുന്ന ശബ്ദം മൊത്തം ചീവീടിൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രാണികളുടെ ശബ്ദമുണ്ട്. സോ അപ്പോഴാണ് മനസ്സിലായത് ചീവീടിൻ്റെ ശബ്ദം മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്, പലതരത്തിലുള്ള ജീവികളുടെ ശബ്ദം കേൾക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചീവീടിൻ്റെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ കോന്നി എക്കോ ടൂറിസത്തിനെ പറ്റിയുള്ളൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിരുന്നാൽ മതി. നമുക്ക് അടവിയിലും കൂടെ പോകണം എന്നുണ്ടായിരുന്നു. കാലാവസ്ഥ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പ്ലാനിങ് വേണ്ടെന്ന് വെക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ കുറേ ആനകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആനക്കൊട്ടിൽ വന്നിട്ട് ആനയെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ആനകളെയൊക്കെ കാണാൻ പറ്റിയിട്ട് വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ആനകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ആനകളുടെ രൂപമാണ്. കുറേ ഓരോരോ രീതികളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആനകളുടെ രൂപമായിരുന്നു. ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നേ. അപ്പോൾ ആനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതാണ് നമുക്ക് നന്നായിട്ട് പോസ് ചെയ്ത് തരും. വീഡിയോ എടുക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിലും നന്നായിട്ട് പോസ് ചെയ്ത് തരും. ആൾ കാലൊക്കെ പൊക്കിയായിട്ട് സദ്യയായിട്ട് പോസ് ചെയ്ത് തരും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഒരു വൺ ടൈം പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ അടുത്തുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് പോയി വരിക. അത്യാവശ്യം ഒന്ന് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.